ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കലകളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം, LDC പരീക്ഷയായാലും LGS പരീക്ഷയായാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് കലകൾ ഭാഗത്ത് നിന്ന് പ്രസ്താവന രീതിയിലും അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ SCRT ബേസ് ചെയ്തും നമ്മൾ കലകൾ പഠിക്കണം, അതല്ലാതെയും പഠിക്കണം. അപ്പോൾ ആ പോർഷനിൽ നിന്നുള്ള കലാരൂപങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ പറയുന്നത് കഥകളിയെ പറ്റിയിട്ടാണ്. എന്താണ് കഥകളി? നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കലാരൂപമാണ് കഥകളി. കൂത്ത്, കൂടിയാട്ടം എന്നീ ചാക്യാർ കലകൾ കഥകളിയുടെ ആവിർഭാവത്തിന് കാരണമായിട്ടുണ്ട്. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം ആവിഷ്കരിച്ചത്. ഈ രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായിട്ട് രൂപപ്പെട്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, കഥകളിയുടെ മുൻ തലമുറക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ രാമനാട്ടമാണ്. രാമനാട്ടം ആവിഷ്കരിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. ഇനി കഥകളിക്കൊരു പ്രത്യേകതയുണ്ട്. എന്തില്ല? വാചിക അഭിനയമില്ല. വാക്കുകളുണ്ടല്ല അഭിനയിക്കുന്നത്. ഗായകര് ആലപിക്കും. ആ ആലപനത്തിനനുസരിച്ചിട്ട് ഹസ്തമുദ്രകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ആംഗിക അഭിനയവും മുഖഭാവ അഭിനയവുമാണ് ഏതിനുള്ളത്? കഥകളിക്ക് ഉള്ളത്. ഇനി കഥകളിയിൽ പലതരത്തിലുള്ള വേഷങ്ങളുണ്ട്. ഏതൊക്കെയാണ് വേഷങ്ങൾ? താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആൻസർ ചെയ്യുക പച്ച, കരി, കത്തി, താടി, മിനുക്ക് എന്നിവയാണ് പല പല വേഷങ്ങൾ. ഏതൊക്കെയാണ്? പച്ച, കരി, കത്തി, താടി, മിനുക്ക് ഇവയാണ് പലതരത്തിലുള്ള കഥകളിയിലെ വേഷങ്ങൾ. 1930 വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ എന്താരംഭിച്ചു? കേരള കലാമണ്ഡലം ആരംഭിച്ചു. അപ്പോൾ കേരള കലാമണ്ഡലം എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? 1930 വർഷം മറക്കരുത്. ആരാണ് ആരംഭിച്ചതെന്ന് മറക്കരുത്. 1930 വള്ളത്തോളാണ് കേരള കലാമണ്ഡലം ആരംഭിച്ചത്. ഇത് കഥകളി പോലുള്ള കലാരൂപങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടി. പിന്നെ പ്രമുഖരായ കലാമണ്ഡലം കഥകളി നടന്മാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ കഥകളി കളിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മളൊന്ന് ഓർമ്മിച്ചിരിക്കണം. ഒന്ന് കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഹൈദരലി തുടങ്ങിയവർ പ്രമുഖ കഥകളി കലാകാരന്മാരാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, കലാമണ്ഡലം രാമൻകുട്ടി നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായാണ്? കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കലാമണ്ഡലം ഹൈദരലി. കലാമണ്ഡലം കൃഷ്ണൻ നായരും കഥകളിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ, ഇനി കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? അപ്പം കഥകളിയുടെ പിൻകാല രൂപമാണ് ഏത്? നമ്മുടെ രാമനാട്ടം. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഏതാണ്? ആട്ടക്കഥ മറക്കരുത്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. ഇനി കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദനശോകങ്ങൾ, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി തുടങ്ങിയവ കഥകളിയുടെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, കഥകളി ആരംഭിക്കുന്നത് ഏത് ചടങ്ങോട് കൂടിയാണ്? കേളികൊട്ടോട് കൂടിയാണ് ആരംഭിക്കുന്നത്. കേളികൊട്ടുണ്ടാവും. കേളികൊട്ടോട് കൂടിയാണ് കഥകളി ആരംഭിക്കുന്നത്. ഇനി ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക എന്നതാണ് ധനാശി പാടുക എന്നതിൻ്റെ അർത്ഥം. അപ്പം ധനാശി എന്ന വാക്ക് വന്നത് എവിടെ നിന്നാണ്? കഥകളിയിലെ അവസാനത്തെ ചടങ്ങാണ് ധനാശി. അപ്പോൾ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ടാണ്. അവസാനത്തെ ചടങ്ങാണ് ധനാശി എന്നത്. ഇനി കഥകളിയിലെ ഹസ്തമുദ്രകൾ വെച്ചിട്ടാണ് ആംഗ്യ അഭിനയം നടത്തുന്നതെന്ന് പറഞ്ഞു. ഈ ആംഗ്യ അഭിനയം നടത്തുന്ന ഹസ്തമുദ്രകളെ പറ്റി പറയുന്ന ആധികാരിക ഗ്രന്ഥമാണ് ഏത്? ഹസ്തലക്ഷണ ദീപിക. ഏതാണ്? ഹസ്തലക്ഷണ ദീപിക. ഇനി കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് കഥകളിയിൽ ഉപയോഗിക്കുന്ന
പ്രധാനപ്പെട്ട വാദ്യങ്ങൾ: ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ഇടയ്ക്ക ഉപയോഗിക്കുന്നില്ല. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യങ്ങൾ. ക്ലിയർ ആയല്ലോ കഥകളിയെ പറ്റിയിട്ട്? അപ്പം കഥകളിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാൻ. കാരണം രാമനാട്ടം എന്ന് പറയുന്നത് ആവിഷ്കരിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. അതിൻ്റെ മുൻതലമുറക്കാരനാണ് ആര്? നമ്മുടെ കഥകളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആട്ടക്കഥയുടെ സാഹിത്യ രൂപമാണ്, കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഇത് ആട്ടക്കഥ എന്നത്. അടുത്തത് കൂത്താണ്. പരിണാമ കഥകളെയും അതായത് പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അനുരൂപമായ ആംഗികങ്ങളിലൂടെ അഭിനയിച്ച് അവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയമാണ്, മോണോ ആക്റ്റാണ് ഏത്? ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. ഒരൊറ്റ ആൾ മാത്രമാണ് കൂത്തിലും ആടുന്നത്, ചാക്യാർ കൂത്ത്. ആദ്യ അവസാനം ഹാസ്യ നിർഭരമായിരിക്കും ഈ കലാപരിപാടി. ക്ഷേത്രവളപ്പിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലത്തിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. സദസ്സിലെ വിശിഷ്ട വ്യക്തികളെപ്പോലും പരിഹാസ കഥാപാത്രമാക്കി വർണ്ണിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ചാക്യാർ കൂത്ത് നടത്തുന്ന ചാക്യാർക്കുണ്ട്. ചാക്യാർ കൂത്ത് നടത്തുന്ന പിന്നെ സ്ത്രീ ആരാണ്? നങ്ങ്യാറാണ്. നങ്ങ്യാറ്. പ്രബന്ധക്കൂത്ത്, പറക്കും കൂത്ത്, നങ്ങ്യാർ കൂത്ത് തുടങ്ങിയവ കൂത്തിൻ്റെ പ്രകാരഭേദങ്ങളാണ്. കൂത്തും കൂടിയാട്ടവും ചാക്യാർ സമുദായത്തിൻ്റെ കലകളാണ്. അപ്പോൾ ചാക്യാർ സമുദായത്തിൻ്റെ കലകളാണ് ഏതൊക്കെ? കൂത്തും കൂടിയാട്ടവും. ഇനി കൂത്തിന് അംഗീകാരം ലഭിച്ച പ്രധാനപ്പെട്ട കലാകാരന്മാരെ പറ്റിയിട്ട് ഓർമ്മിച്ചിരിക്കണം. അതിനകത്ത് ഒന്നാമത്തത് ആരാണ്? കിടങ്ങൂർ പരമേശ്വര ചാക്യാറാണ്. അടുത്തത് പൊതിയിൽ രാമചാക്യാർ, ഇരിങ്ങാലക്കുട ചാച്ചു ചാക്യാർ, മാണി മാധവ ചാക്യാർ, പൈങ്കുളം രാമചാക്യാർ. ഇതൊക്കെ ഓർമ്മിച്ചിരിക്കുക. ഇവരൊക്കെ ചാക്യാർ എന്ന് വന്നാൽ തന്നെ ഓർമ്മിക്കാം, അതൊരു ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കൂത്തുമായി ബന്ധപ്പെട്ടതാണ്. കൂത്തു മാത്രമല്ല, കൂടിയാട്ടം കളിക്കുന്നവരും ആരാണ്? ചാക്യാർമാരാണ്. ചാക്യാർ സമുദായത്തിൻ്റെ തന്നെ കലാരൂപങ്ങളാണ് ഏതൊക്കെ? കൂത്തും കൂടിയാട്ടവും. ഓക്കെ, അടുത്ത കലാരൂപമാണ് കൂടിയാട്ടം. കേരളത്തിലെ പരമ്പരാഗത നാടക അഭിനയ രൂപമാണ് കൂടിയാട്ടം. അപ്പം കേരളത്തിലെ പരമ്പരാഗത നാടക അഭിനയ രൂപമാണ് ഏത്? കൂട്ടിയാട്ടം അല്ല, കൂടിയാട്ടം. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഉണ്ണുനീലി സന്ദേശത്തിൽ ആണ് കൂടിയാട്ടത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗത നാടക അഭിനയ രൂപമാണ് കൂടിയാട്ടം. 14-ാം നൂറ്റാണ്ടിലാണ് ഉണ്ണുനീലി സന്ദേശം എഴുതിയത്. ഇതിനകത്ത് കൂടിയാട്ടത്തെ പറ്റിയിട്ട് പരാമർശിക്കുന്നുണ്ട്. ഒന്നിലധികം അഭിനേതാക്കൾ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന അഭിനയമാണ് കൂടിയാട്ടം. അപ്പോൾ കൂടിയാട്ടം എന്ന് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കുറേ ആൾക്കാർ കൂടിയിട്ടാണ് കൂടിയാട്ടം അഭിനയിക്കുന്നത്, ഒറ്റയാളല്ല. ഒറ്റയാളാണെങ്കിൽ അത് ചാക്യാർ കൂത്താണ്. ചാക്യാറ് പുരുഷ വേഷം ഇടും, നങ്ങ്യാറ് സ്ത്രീ വേഷം കെട്ടും. അപ്പം ചാക്യാറിൻ്റെ സ്ത്രീലിംഗമാണ് ഏത്? നങ്ങ്യാറ്. പിന്നെ സ്ലോഗൻ ചെല്ലുക, കുഴുത്താളം പിടിക്കുക എന്നീ പ്രവർത്തികളും നങ്ങ്യാരാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടിയാട്ടത്തിൽ സ്ലോഗൻ ചെല്ലുന്നത് ആരാണ്? നങ്ങ്യാറാണ്. നങ്ങ്യാർ സ്ത്രീ വേഷത്തിലുള്ളതാണ് നങ്ങ്യാറ്. പിന്നെ കുഴുത്താളം പിടിക്കുന്നതും ആരാണ്? നമ്മുടെ കൂടിയാട്ടത്തിൽ നങ്ങ്യാറാണ്. ഇനി നമ്പ്യാരാണ് മിഴാവ് കൊട്ടുന്നത്. കൂടിയാട്ടത്തിൽ എന്തുണ്ട്? മിഴാവ് ഉപയോഗിക്കുന്നുണ്ട്. മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരാണ്. ഇടയ്ക്ക, കൊമ്പ് തുടങ്ങിയ വാദ്യങ്ങളും അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിലവിളക്കും തിരശീലയും രംഗസജ്ജീകരണങ്ങളിൽ പെടുന്നു. കൂടിയാട്ടത്തിൽ വേഷങ്ങൾക്ക് ചിട്ടയും വ്യവസ്ഥയും ഉണ്ട്. നമ്മളെ കഥകളി എങ്ങനെയാണോ അതുപോലെ തന്നെ ചിട്ടകളുണ്ട്. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നീ 4 അഭിനയവും സമന്വയിപ്പിക്കപ്പെട്ടിട്ടുള്ള കലാരൂപങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ കൂടിയാട്ടവും കൂത്തും. പക്ഷേ നമ്മുടെ കഥകളിക്കകത്ത് ഏതില്ല? വാചികമില്ല. പക്ഷേ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം ഈ 4 അഭിനയവും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂത്തും കൂടിയാട്ടവും. കൂടിയാട്ടത്തിലെ വേഷങ്ങൾ ചില കഥകളിലെ വേഷങ്ങളുടെ പ്രാഗ്രൂപകൾ ആണെന്ന് പറയാൻ പറ്റും. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ കലാരൂപം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഭാരതീയ കലാരൂപമാണ് ഏത്?
കൂടിയാട്ടം. ഇത്തരത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു നോട്ട്സ് ഞാൻ എടുത്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നോട്ട്സ് നമ്മുടെ PSC ബേസിക്സിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ കലാരൂപമാണ് ഏത്? കൂടിയാട്ടം എന്നത്. അടുത്തത് യക്ഷഗാനം. എന്താണ് യക്ഷഗാനം? യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത് കാസർഗോഡാണ്. ഇതേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. യക്ഷഗാനം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് കാസർഗോഡാണ്. അത് മാത്രമല്ല യക്ഷഗാനം കർണാടകയുടെ കലാരൂപമാണ്, സംസ്ഥാന കലാരൂപമാണ് ഏത്? യക്ഷഗാനം എന്നത്. അപ്പോൾ ഉത്തര കേരളത്തിൽ, അതായത് കാസർഗോഡ് പ്രദേശത്ത് പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനത്തിലെ വേഷവും സംഗീതവും കഥകളിയുമായി സാമ്യമുള്ളതാണ്. യക്ഷഗാനത്തിൽ സ്ത്രീ വേഷത്തെ സ്ത്രീകൾ തന്നെ അവതരിപ്പിക്കുകയും കഥാപാത്രങ്ങൾ സംസാരിക്കുകയും ചെയ്യും. സംഗീതത്തിൻ്റെയും താളാത്മക ചലനങ്ങളുടെയും മുദ്രകളുടെയും സമ്മിശ്ര കലയാണ് യക്ഷഗാനം. ഇതിലെ ചലനങ്ങൾക്ക് തെയ്യവുമായിട്ട് സാമ്യമുണ്ട്. ആർക്ക്? യക്ഷഗാനത്തിന് തെയ്യവുമായിട്ട് എന്തുണ്ട്? കുറച്ച് സാമ്യമൊക്കെ ഉണ്ട്. ഇനി ആരാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്? പാർത്ഥ സുബ്ബനാണ്. അപ്പോൾ അതും PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. യക്ഷഗാനത്തിൻ്റെ പിതാവാര്? കാസർഗോഡ് കുമ്പളയിൽ ജനിച്ച പാർത്ഥ സുബ്ബനാണ് യക്ഷഗാനത്തിൻ്റെ പിതാവായി കരുതുന്നത്. ആരാണ്? പാർത്ഥ സുബ്ബൻ. ഇലത്താളം, തൊപ്പിമദ്ദളം, ചെണ്ട, ചേങ്ങില എന്നിവ യക്ഷഗാനത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ്. അത് സാധാരണ ചോദിക്കാറില്ല, പക്ഷേ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യക്ഷഗാനം പ്രചരിക്കുന്ന ജില്ല കാസർഗോഡ്. യക്ഷഗാനത്തിന് പ്രാധാന്യമുള്ള സംസ്ഥാനം കർണാടക. യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ ജനിച്ച പാർത്ഥ സുബ്ബനാണ്. ഇനി യക്ഷഗാനത്തിൻ്റെ മറ്റൊരു പേരാണ് ബയലാട്ടം. എന്താണ്? ബയലാട്ടം എന്നാണ് യക്ഷഗാനത്തിൻ്റെ മറ്റൊരു പേര്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? മോഹിനിയാട്ടമാണ്. ഉത്തര കേരളത്തിലെ കാസർഗോഡ് പ്രദേശത്ത് പ്രാചീന കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്ന ദാസിയാട്ടത്തിൻ്റെ ദാസിയാട്ടത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൽ ഇന്ന് കാണുന്ന രൂപവും ശൈലിയും വേഷവും ഒക്കെ പ്രദാനം ചെയ്തത് സോതി തിരുനാൾ മഹാരാജാവാണ്. അപ്പോൾ സോതി തിരുനാളിൻ്റെ സുഹൃത്തായ ഇരിയമ്മൻ തമ്മിയാണ് മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങളൊക്കെ രചിച്ചത്. അപ്പോൾ ഇത് ദാസിയാട്ടത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് ഏത്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം പിന്നെ ഈ ഒരു വേഷവും ശൈലിയും ഒക്കെ കൊണ്ടുവന്നത് ആരുടെ സഹായത്താലാണ്? സോതി തിരുനാൾ മഹാരാജാവാണ്. സോതി തിരുനാളിൻ്റെ ഉത്തമ സുഹൃത്താണ് ആര്? ഇരയിമ്മൻ തമ്മി. ഇദ്ദേഹമാണ് മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗാനങ്ങളൊക്കെ രചിച്ചത്. കൈകൊട്ടിക്കളി, ഭരതനാട്യം, കഥകളി എന്നിവയോട് പല അംശങ്ങളിലും മോഹിനിയാട്ടത്തിന് എന്തുണ്ട്? സാമ്യമുണ്ട്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ഇതൊക്കെ വളരെ ഫേമസ് ആയതാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, തോട്ടശ്ശേരി ചിന്നമ്മു അമ്മ, കലാമണ്ഡലം ക്ഷേമാവതി തുടങ്ങിയവർ പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിമാരാണ്. ആരൊക്കെയാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, പിന്നെ തോട്ടശ്ശേരി ചിന്നമ്മു അമ്മ, കലാമണ്ഡലം ക്ഷേമാവതി തുടങ്ങിയവർ പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിമാരാണ്. മഴമംഗലം നാരായണൻ നമ്പൂതിരി രചിച്ച വ്യവഹാരമാല, ഈ വ്യവഹാരമാല രചിച്ചതാരെന്ന് ചോദിക്കാം. വ്യവഹാരമാല രചിച്ചതാരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. പിന്നെ ഘോഷയാത്ര എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? അത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. ഇതിലേക്കാണ് മോഹിനിയാട്ടത്തെ പറ്റിയിട്ട് പരാമർശിക്കുന്നത്. അപ്പോൾ മോഹിനിയാട്ടത്തെ പറ്റി പരാമർശിക്കുന്ന രണ്ട് കൃതികളാണെന്ന് കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്ര, പിന്നെ മഴമംഗലം നാരായണൻ നമ്പൂതിരി രചിച്ച വ്യവഹാരമാല. അപ്പം മറക്കരുത്, വ്യവഹാരമാല രചിച്ചതാരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരിയും കുഞ്ചൻ നമ്പ്യാരാണ് ഘോഷയാത്ര രചിച്ചത്. ക്ലിയർ ആയല്ലോ? അടുത്തത് ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലിനെ പറ്റിയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ നേരത്തെ ചാക്യാർകൂത്ത് പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു രീതിയാണ് ഓട്ടംതുള്ളലിന്. അതായത് ഒരു ഏകാംഗ നൃത്ത അഭിനയമാണ് ഓട്ടംതുള്ളൽ. മനോഹരമായ വേഷവിധാനത്തോടും മദ്ദളം, കൈമണി എന്നിവ ഉപയോഗിക്കുന്ന പാട്ടുകാരോടും കൂടി രംഗത്ത് പ്രയോഗിക്കപ്പെടുന്നു. അപ്പോൾ മദ്ദളം, കൈമണി എന്നീ രണ്ട് വാദ്യ ഉപകരണങ്ങളാണ് ഏതിനുപയോഗിക്കുന്നത്? ഓട്ടംതുള്ളലിന് ഉപയോഗിക്കുന്നത്.
18-ാം നൂറ്റാണ്ടിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. എവിടെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് ഓട്ടംതുള്ളൽ ആവിർഭവിച്ചത്. അപ്പോൾ ഓട്ടംതുള്ളൽ ആവിർഭവിച്ചത് എവിടെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് 18-ാം നൂറ്റാണ്ടിൽ. കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളലിൻ്റെ പിതാവായിട്ട് കരുതപ്പെടുന്നത്. ഓട്ടംതുള്ളലിന് കൂടുതൽ കമനീയത നൽകുകയും വിപുലമായ പ്രചാരമുണ്ടാക്കുകയും ചെയ്ത കലാകാരനാണ് മലബാർ രാമൻ നായർ. അപ്പോൾ അതൊരു റെയർ ഫാക്റ്റാണ്. മലബാർ രാമൻ നായർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ഓട്ടംതുള്ളലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓട്ടംതുള്ളലിന് കൂടുതൽ കമനീയത നൽകുകയും വിപുലമായ പ്രചാരണമുണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ് തുള്ളൽകാരനായ മലബാർ രാമൻ നായർ. ഈ ഓട്ടംതുള്ളൽ എങ്ങനെ അറിയപ്പെടുന്നു? സാധാരണക്കാരൻ്റെ കഥകളി എന്ന് അറിയപ്പെടുന്നു. സാധാരണക്കാരൻ്റെ കഥകളി എന്ന് അറിയപ്പെടുന്നു. ഓട്ടംതുള്ളലിലെ വേഷവിധാനത്തിന് കഥകളിയോട് സാമ്യമുണ്ട്. ഹാർമോണിയവും മൃദംഗവും കൈമണിയും ഓട്ടംതുള്ളലിലെ പ്രധാന വാദ്യങ്ങളാണ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യത്തെ തുള്ളൽ കൃതിയാണ് ഏത്? കല്യാണ സൗഗന്ധികം. അപ്പോൾ കല്യാണ സൗഗന്ധികം രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. അടുത്തത് തെയ്യമാണ്. തെയ്യം എന്താണ്? വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ള ഒരു നൃത്തരൂപമാണ് തെയ്യം. നമ്മുടെ കണ്ണൂർ ജില്ലയെ തന്നെ തെയ്യങ്ങളുടെ നാട്, തിറകളുടെ നാട്, തെറികളുടെ നാട്, തെറിയല്ല തറികളുടെ നാട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വടക്കേ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ള ഒരു നൃത്തരൂപമാണ് തെയ്യം. തെയ്യം എന്ന വാക്കിൻ്റെ തെയ്യം എന്നത് ദൈവം എന്നാണ് അർത്ഥം. എന്താണ്? തെയ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം എന്നാണ്. ധാരാളം അലങ്കാര വസ്തുക്കളും വർണ്ണപ്പകിട്ടുമുള്ള വസ്ത്രങ്ങളും വേഷക്കാർ അണിഞ്ഞിരിക്കും. ഉത്തര കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടത്താനുള്ള വാർഷികോത്സവമാണ് ഏതെന്ന് പറയുന്നത്? ഈ തെയ്യാട്ടം എന്ന് പറയുന്നത്. ചില ക്ഷേത്രങ്ങളിൽ വഴിപാടായും തെയ്യം നടത്തിവരുന്നു. കുമ്പള പ്രദേശത്ത് തീയരുടേതായ ആലി ചാമുണ്ടി എന്ന തെയ്യത്തിൽ വേഷം കെട്ടുന്നയാൾ മുസ്ലിം വേഷമായ ടർക്കി തൊപ്പിയും ധരിക്കും. ഇത് തെയ്യത്തിനുള്ള മുസ്ലിം സ്വാധീനം പ്രകടമാക്കുന്നു. കണ്ണപുരത്തെ ആര്യപുങ്കുന്നി എന്ന തെയ്യത്തിലും ഈ സ്വാധീനം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഓർമ്മിക്കുക. എന്താണ്? മുസ്ലിം വേഷവും കൂടി നമ്മുടെ തെയ്യത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതൊരു ഐക്യത്തിനെയാണ് കാണിക്കുന്നത്. അടുത്തത് എന്താണ്? കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കോഴിക്കോട് മാനവേദൻ സാമൂതിരിയാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കോഴിക്കോട് മാനവേദൻ സാമൂതിരിയാണ്. കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം ഒരുക്കിയിരിക്കുന്നത്. കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം ഒരുക്കിയിരിക്കുന്നത്. നൃത്തത്തിന് ഏറെ പ്രാധാന്യമുള്ള കലാരൂപമാണേത്? കൃഷ്ണനാട്ടം. ഇത് ഉത്തര കേരളത്തിലാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് കോഴിക്കോട് മാനവേദൻ സാമൂതിരിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ആ ഭാഗത്തുള്ളതാണിത്. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണനാട്ടത്തിൽ ഇതിവൃത്തമാക്കിയിട്ടുള്ളത്. കൃഷ്ണനാട്ടത്തിലെ ഒരുക്കത്തിനും വേഷത്തിനും കൂടിയാട്ടവുമായും നങ്ങ്യാർ കൂത്തുമായിട്ടും സാമ്യമുണ്ട്. കൂടിയാട്ടത്തിൻ്റെതായ രീതികളും കൃഷ്ണനാട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിൽക്കാലത്ത് കഥകളിയിലെ വേഷവിധാനങ്ങൾക്ക് പ്രചോദനമായ കലാരൂപമാണേത്? നമ്മുടെ കൃഷ്ണനാട്ടം. കേളി, അരങ്ങുകേളി, തോടയം, പുറപ്പാട്, കഥാരംഭം, ധനാശി ഇതൊക്കെ കൃഷ്ണനാട്ടത്തിലെ പ്രധാന ചടങ്ങുകളാണ്. അപ്പം ഇവിടെ ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കോഴിക്കോട് മാനവേദൻ സാമൂതിരി. കൃഷ്ണഗീതിയിൽ നിന്നുള്ളത് അടിസ്ഥാനമാക്കിയിട്ടാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. അടുത്തത് ചവിട്ടുനാടകം. എന്താണ് ചവിട്ടുനാടകം? കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളികളുടെ രക്ഷാകർതൃത്വത്തിൽ ഉണ്ടായ കലാരൂപമാണ് ചവിട്ടുനാടകം. 17-18 നൂറ്റാണ്ടുകളിൽ കഥകളിക്ക് ബദലായിട്ട് എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ മേലധികാരികൾ വികസിപ്പിച്ചെടുത്തതാണ് ചവിട്ടുനാടകം. യൂറോപ്പിലെ മിഷണറിമാരുടെ സഹായം ഈ കലാ സംവിധാനത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബൈബിൾ കഥകളാണ് ചവിട്ടുനാടകത്തിൽ ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ പണ്ഡിതനായ ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയുമാണ് ഈ കലാരൂപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ചവിട്ട് നാടകത്തിന് തുടക്കം കുറിച്ചത് ആരൊക്കെയാണ്? ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയുമാണ്. ചവിട്ട് നാടകത്തിൽ നടന്മാർ സംസാരിക്കുകയും പാടുകയും ചെയ്യും.
ഖണ്ഡസംഗീതം, വാദ്യസംഗീതം, സംഭാഷണം എന്നിവയെല്ലാം ചവിട്ട് നാടകത്തിലെ മുഖ്യ അംശങ്ങളാണ്. പലകയിൽ ചവിട്ടി കർണകഠോര ശബ്ദം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് തട്ടുപൊളിപ്പൻ എന്നൊരു പേരും കൂടി ഏതിനുണ്ട്? ചവിട്ട് നാടകത്തിന് ഉണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാന പോയിന്റ്, ഇതൊരു ക്രിസ്തീയ കലാരൂപമാണ് ചവിട്ട് നാടകം. കഥകളിക്ക് ബദലായിട്ട് ക്രിസ്ത്യൻസ് ആരംഭിച്ചിട്ടുള്ളതാണിത്. 17-18 നൂറ്റാണ്ടുകളിലാണിത് നിലവിൽ വന്നത്. ദെൻ യൂറോപ്യൻ മിഷണറിമാരുടെ സഹായം ഈ കലാ സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ പണ്ഡിതരായ ചിന്നത്തമ്പി പിള്ളയും വേദനായകം പിള്ളയുമാണ് ഈ കലാരൂപത്തിന് തുടക്കം കുറിച്ചത്. ദെൻ തട്ടുപൊളിപ്പൻ എന്ന് മറ്റൊരു പേരും കൂടി നമ്മുടെ ചവിട്ട് നാടകത്തിന് ഉണ്ട്. അടുത്തത് കേരള നടനം. കേരള നടനം എന്താണ്? ഗുരു ഗോപിനാഥ് ഭാരതീയ ശാസ്ത്രീയ നൃത്തകലയ്ക്ക് നൽകിയ സംഭാവനയാണ് കേരള നടനം. അപ്പോൾ കേരള നടനത്തിൻ്റെ പിതാവാരാണ്? ഗുരു ഗോപിനാഥാണ്. കഥകളിയിൽ നിന്നുണ്ടാക്കിയതാണ് ഏത്? നമ്മുടെ കേരള നടനം. അപ്പോൾ കഥകളിയിൽ നിന്നുണ്ടാക്കിയ നവീന നൃത്തരൂപമാണ് കേരള നടനം. നൃത്തം അറിയാത്തവർക്കും ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഈ കലാരൂപത്തിൻ്റെ സവിശേഷത. ഹിന്ദു പുരാണാതിഹാസങ്ങൾ കൂടാതെ ക്രിസ്തീയവും ഇസ്ലാമികവും സാമൂഹികവും കാലികവുമായ വിഷയങ്ങളും കേരള നടനത്തിന് വഴങ്ങും. കേരള നടനത്തിന് പ്രത്യേക വേഷവിധാനമൊന്നുമില്ല. കഥകളിയെപ്പോലെ നാട്യപ്രധാനമാണ് കേരള നടനം. നാട്യപ്രധാനമാണ് ഏത്? കേരള നടനം. ഏകാംഗ നൃത്തം, യുഗ്മ നൃത്തം, സംഘനൃത്തം, നാടക നടനം, ബാലെ എന്നിങ്ങനെ 5 പ്രധാന രീതികളിലൂടെ കേരള നടനം അവതരിപ്പിക്കുന്നുണ്ട്. കേരളീയ വാദ്യങ്ങളും ഉത്തരേന്ത്യൻ വാദ്യങ്ങളും കേരള നടനത്തിൽ ഉപയോഗിക്കുന്നു. അതായത് നിലവിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആനുകാലികമായിട്ടൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അത് ആർക്ക്? ഈ കേരള നടനത്തിലൂടെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും പോയിന്റ്സുകൾ നമുക്ക് കലയുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SCRT കംപ്ലീറ്റ് കോഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് PSC ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.